Good morning all. Today we are discussing about health and physical fitness. All of you know that what is health and what is physical fitness. Health is a state of complete physical, mental and social well-being and not merely the absence of disease or infirmity. Health refers to the overall well-being of an individual, encompassing physical, mental, and social aspects. It is not merely the absence of disease or illness, but also includes the ability to lead a fulfilling and productive life. സോ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി ഫിസിക്കലി മെൻ്റലി ഫിറ്റായിട്ടിരിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ്ങും ആയിട്ടിരിക്കുക എന്നുള്ള ഒരു അവസ്ഥയാണ്. അവിടെ നമ്മൾ ഡിസീസസ് ഒന്നും ഇല്ലാത്ത ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ലൈഫ് പ്രൊഡക്റ്റീവ് ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരവസ്ഥ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിൻ്റെ മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഈ ഫിസിക്കൽ ഹെൽത്തിൽ വരുന്നത് healthy weight, regular exercise, good nutrition and avoiding harmful habits like smoking or excessive drinking. Next component is mental health. It includes emotional, psychological and social well-being, affecting how individuals think, feel and act. It also involves coping with stress, relationship and making choices that contribute to personal happiness and life satisfaction. Third one is social health. This involves having a supportive network of relationships including family, friends, community and the ability to interact well with others. And also, relationship between health and physical fitness is closely intertwined, as physical fitness plays a significant role in maintaining overall health. ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മുടെ ഓവറോൾ ഹെൽത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹേർട്ട് സ്ട്രോങ് ആവുന്നുണ്ട്, മസിൽസും ബോൺസും സ്ട്രോങ് ആവുന്നുണ്ട്. അതൊക്കെ നമ്മുടെ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? കാർഡിയോ വാസ്കുലർ ഹെൽത്തിലേക്ക് നയിക്കുന്നുണ്ട് നമ്മളെ. അതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രോണിക് ഡിസീസസ് ഒക്കെ ഉണ്ടാവാതിരിക്കാനായിട്ടും അത് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് എന്തിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത്? ഇത് എൻഹാൻസ് ദ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻസും ഇൽനെസ്സും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റെഗുലർ എക്സസൈസ് നമുക്ക് എന്തിലേക്ക് നയിക്കുന്നത്? ബെറ്റർ പോസ്ചർ, ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി, റെഡ്യൂസിങ് ദ റിസ്ക് ഓഫ് ഇഞ്ചുറീസ്, ഇതിലേക്കൊക്കെ നമുക്ക് നയിക്കുന്നുണ്ട് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിലേക്കാണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ലീഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് നോട്ട് ജസ്റ്റ് ബെനിഫിഷ്യൽ ഫോർ ദ ബോഡി ബട്ട് ഓൾസോ ഫോർ മെൻ്റൽ ഹെൽത്ത്. Exercise stimulates the release of endorphins and other chemicals in the brain that improve mood and reduce the stress, anxiety and depression. Consistent physical activity helps to improve sleep quality, boosts self-esteem, increases energy level, and all contributing to a positive mental state and overall well-being. തേർഡ് വൺ, പ്രിവെൻഷൻ ഓഫ് ക്രോണിക് ഡിസീസസ്. ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്നതിലൂടെ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിൽ നിന്നൊക്കെ ഇത് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വൺ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പിൽ സ്പോർട്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ക്ലാസ്, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് കണക്ഷൻസും അതുപോലെ തന്നെ നമുക്ക് ഇമോഷണലി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാൻ ഇൻക്രീസ് സെൽഫ് കോൺഫിഡൻസ്, പ്രൊമോട്ട് എ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, ഫർദർ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇമോഷണൽ വെൽബീയിങ്. ലാസ്റ്റ് വൺ ഈസ് ലോങ്ങെവിറ്റി. ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് നാളും കൂടി നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കുന്നതിനേലും കുറച്ചും കൂടി നാൾ നമുക്ക് കൂടുതൽ ജീവിക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. ഇപ്പം നമ്മളിത് സമ്മറൈസ് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് എ കീ ഫാക്ടർ ഇൻ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്. While health is broad concept encompassing mental, physical and social well-being, physical fitness focuses primarily on the body's condition through exercise, strength, flexibility and cardiovascular endurance. Achieving and maintaining physical fitness promotes a healthy lifestyle and is a vital component of overall health. നമ്മുടെ ഓവറോൾ ഹെൽത്തിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്താണ്? ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെയാണ് നമുക്ക് ഓവറോൾ ഹെൽത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി മെൻ്റലി ഫിറ്റായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്, ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിൽ നിന്ന് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മൂഡിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് എത്തിച്ചേരാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൊമോട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓവറോളായിട്ട് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്ത വിത്തൗട്ട് ഡിസീസസ്, അതുപോലെ തന്നെ ഹാപ്പി മൈൻഡായിട്ടിരിക്കുക, അതുപോലെ ഫിസിക്കലി മെൻ്റലി ആൻഡ് സോഷ്യലി നമ്മൾ എന്തായിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ഒരാൾ എന്താകുന്നത്, ഒരാൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിതൊക്കെ പറയുകയാണെങ്കിലും എപ്പോഴും ഈ എല്ലാ അവസ്ഥയും തികഞ്ഞിട്ടൊരു വെൽബീയിങ്ങിലേക്ക് ഒരു മനുഷ്യനും എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷേ ഈ ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ മെൻ്റൽ പ്രോബ്ലംസും അതുപോലെ ഫിസിക്കൽ പ്രോബ്ലംസും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. പിന്നെ കുറേയൊക്കെ നമ്മുടെ മനസ്സാണ്. ഇപ്പം നമുക്ക് എപ്പോഴും അസുഖമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു രീതിയിലേക്ക് പോകും. അതല്ല, ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്തും നമ്മൾ സന്തോഷം ലൈഫിൽ കണ്ടെത്തുമ്പോഴാണ് ഒരാൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മളുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ്.